വളരെ പുതുമയാർന്ന ഒരുപാട് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പഠിച്ചാലും മതിയാവാത്ത ഒരു വിഷയം അതായതുകൊണ്ട് ദഅവത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട മാധ്യമവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു വിഷയം ദഅവത്തായി മാറുന്നത് അത് നബിതങ്ങളിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ്. കാരണം സമ്പൂർണനായ മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമേ ഉള്ളൂ. അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ. ബാക്കി ആരിലേക്ക് ഒരു വിഷയത്തെ നമ്മൾ ബന്ധിപ്പിച്ചാലും അതിന് നുക്സാനിയത്തുണ്ടായിരിക്കും, ചുരുക്കമുണ്ടായിരിക്കും. ഒരാൾക്ക് നമ്മൾ 1000 രൂപ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 2000 രൂപ കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിലിങ്ങനെ കരുതിയത് ആജിർ ഭയങ്കര സംഭവമാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നാണെങ്കിൽ ഒരു സംഭവം ആവാൻ പോകണില്ല. കാരണം ആജിർ നാഖിസായ മനുഷ്യനാണ്, കാമിലായ മനുഷ്യൻ മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് ആളുകൾ അറിയട്ടെ എന്ന് വിചാരിച്ചാൽ ദഅവത്താവും. ദഅവത്താവാൻ അത്രേ പണിയുള്ളൂ. ഒരു അമലിനെ നബിതങ്ങളിലേക്ക് ബന്ധിപ്പിച്ചു കൊടുത്താൽ ദഅവത്തായി. സുന്നത്തായ അമലുകൾ അതിലേറ്റവും പ്രധാനമാണ്. ഫർളായ അമലുകളേക്കാൾ ദഅവത്തിൽ പ്രധാനപ്പെട്ടത് സുന്നത്തായ അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബിതങ്ങൾ പറഞ്ഞ ഒരു ഖുദ്സിയായ ഹദീസ് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഫർളായ അമലുകൾക്ക് ശേഷം സുന്നത്തായ അമലുകൾ കൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കും. അങ്ങനെ അവൻ കാണുന്ന കണ്ണും അവൻ കേൾക്കുന്ന കാതും അവൻ നടക്കുന്ന കാലും അവൻ തൊടുന്ന കൈയും ഞാനായിത്തീരുമെന്ന്. അള്ളാഹുവിൻ്റെ കൈ കൊണ്ടൊരാൾക്ക് ബട്ടണമർത്താൻ കഴിയണമെങ്കിൽ, അള്ളാഹുവിൻ്റെ നാവ് കൊണ്ടൊരാൾക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ, അള്ളാഹുവിൻ്റെ കണ്ണുകൊണ്ട് ഒരാളിലേക്ക് നോക്കാൻ കഴിയണമെങ്കിൽ, നോട്ടം വലിയൊരു ദഅവത്താണ്. അല്ലെങ്കിൽ നോട്ടമാണ് ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറയാം. നോട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഒരാളെ നമ്മളൊരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നതും ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് പ്രസവിക്കപ്പെട്ട കുട്ടിയെ ആദ്യമായി ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ കാരണം. കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് അവന്റെ ഉമ്മയാണ്. കാരണം അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് ഹബീബുനാ റസൂലുള്ളാഹി, ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് അവന്റെ ഉമ്മയാണ്. അതുകൊണ്ട് ഒരു കുട്ടി ജനിച്ചു വന്ന ഉടനെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കും. സ്വാഭാവികമായും കുട്ടിയെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ മനുഷ്യരെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. കുട്ടികൾ മനുഷ്യരെ പെട്ടെന്ന് നോക്കൂല, കുറെ കാലം കഴിഞ്ഞിട്ട് നോക്കുള്ളൂ. ജനിച്ചു വന്ന ഉടനെ കുട്ടി വെള്ള വസ്ത്രം കണ്ടാൽ നോക്കും, വെളുപ്പിലേക്ക് നോക്കും, പിന്നെ ലൈറ്റിലേക്ക് നോക്കും. അങ്ങനെയാണ് കുട്ടികളുടെ സ്വഭാവം. അത് മാലാഖമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ആ നോട്ടം. അപ്പോ പ്രസവിക്കപ്പെട്ട ഉടനെ ഉമ്മാക്ക് കാണിച്ചു കൊടുത്താല് കുട്ടി ഉമ്മയെ നോക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അത് വേണ്ട, ഉമ്മ ഇങ്ങോട്ട് കണ്ടാലും മതി.